നമസ്കാരം. നാടിനെ നടുക്കിയ വൻ ദുരന്തമായി മാറുകയാണ് വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടൽ. 49 മരണങ്ങൾ സ്ഥിരീകരിച്ചു കഴിഞ്ഞു. അനൌദ്യോഗിക കണക്കനുസരിച്ച് 50-ലേറെയാണ് മരണം. പരിക്കേറ്റ പലരുടെയും നില അതീവ ഗുരുതരമാണ്. പലയിടങ്ങളിലും മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും ഒഴുകിയെത്തുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. മലപ്പുറം നിലമ്പൂർ പോത്തുകല്ലിലെ ചാലിയാർ പുഴയിലൂടെ ഒഴുകി വന്നത് 13 മൃതദേഹങ്ങളാണ്. മൃതദേഹാവശിഷ്ടങ്ങൾ ഉൾപ്പെടെയാണ് ചാലിയാർ പുഴയിൽ നിന്ന് ലഭിച്ചത്. കുനിപ്പാലയിൽ നിന്ന് 3 വയസ്സുള്ള കുട്ടിയുടെ മൃതദേഹമാണ് ആദ്യം ലഭിച്ചത്. പനങ്കയം പാലത്തിന്റെ അടിയിൽ നിന്ന് 7 വയസ്സുകാരിയുടെ മൃതദേഹവും കണ്ടെടുത്തു. പിന്നീട് ചാലിയാറിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി മൃതദേഹങ്ങൾ ലഭിക്കുകയായിരുന്നു. ഭൂദാനം മച്ചിക്കൈ ഭാഗത്ത് നിന്ന് ഒരു സ്ത്രീയുടെ മൃതദേഹവും കണ്ടെത്തി. പലരെയും തിരിച്ചറിഞ്ഞിട്ടില്ല. തലയേറ്റ നിലയിൽ പോലും മൃതദേഹം ഉണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. ചില മൃതദേഹങ്ങൾക്ക് കൈകാലുകൾ ഇല്ല. ചാലിയാറിന്റെ മുണ്ടേരി ഇരുട്ടുകുത്തിക്കടവിൽ നിന്ന് 3 മൃതദേഹങ്ങൾ കണ്ടെടുത്തു. ഒരു പുരുഷന്റെ മൃതദേഹം തലയിട്ട നിലയിലാണ്. തിരിച്ചറിയാത്ത നിലയിലാണ് പല മൃതദേഹങ്ങളും. ഗ്യാസ് സിലിണ്ടർ അടക്കമുള്ള വീട്ടുസാമഗ്രികളും പുഴയിലൂടെ ഒഴുകി നടക്കുകയാണ്. പരിക്കേറ്റവരെ കൊണ്ടുപോകാൻ ഓരോ 5 മിനിറ്റ് സമയത്തിനിടയിലും ആംബുലൻസുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നു. വിവിധ ഇടങ്ങളിലായി 400-ലധികം പേർ കുടുങ്ങിക്കിടക്കുന്നു എന്നാണ് റിപ്പോർട്ട് പറയുന്നത്. മിക്ക വീടുകളിലും ചെളിയും പാറക്കെട്ടുകളും കൊണ്ട് നിറഞ്ഞുവെന്ന് ചൂരൽമല വാർഡ് മെമ്പർ CK നുറുദ്ദീൻ മാധ്യമങ്ങളോട് പറയുന്നുണ്ട്. ഞങ്ങളെ ഒന്ന് രക്ഷപ്പെടുത്തൂ എന്ന് പറഞ്ഞ് സ്ത്രീകളും കുഞ്ഞുങ്ങളും അടക്കമുള്ളവർ നിലവിളിക്കുകയാണ്. മുണ്ടക്കൈ അട്ടമലയിലെ ചൂരമല പാലവും പ്രധാന റോഡും ഒക്കെ തകർന്നു. ഇവിടേക്ക് സൈന്യമെത്തി താൽക്കാലിക പാലം നിർമ്മിച്ച് രക്ഷാപ്രവർത്തനം നടത്തിയേക്കും. ദുരന്ത സ്ഥലത്തേക്ക് ഹെലികോപ്റ്റർ എത്തിക്കാനുള്ള ശ്രമം സംസ്ഥാന സർക്കാർ നടത്തുന്നുണ്ട്. എന്നാൽ കാലാവസ്ഥ തന്നെയാണ് പ്രതികൂല സാഹചര്യം സൃഷ്ടിക്കുന്നത്. വയനാട് ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന സർക്കാരിന്റെ എല്ലാ പരിപാടികളും മാറ്റിവെച്ചുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു. എല്ലാ സന്നാഹങ്ങളും വയനാട്ടിലേക്ക് എത്തിക്കുകയാണ്. ഉരുൾപൊട്ടൽ ഉണ്ടായ പ്രദേശത്ത് രക്ഷാപ്രവർത്തനത്തിനും അനുബന്ധ പ്രവർത്തനങ്ങൾക്കുമായി സൈന്യത്തിന്റെ മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ് ബംഗളൂരുവിൽ നിന്നാണ് എത്തുന്നത് എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഉരുൾപൊട്ടലിൽ പാലം തകർന്ന സാഹചര്യത്തിൽ ബദൽ സംവിധാനം തന്നെയാണ് മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി. ഈ സംവിധാനം അടക്കമുള്ള കാര്യങ്ങൾ സൈന്യത്തിന്റെ എഞ്ചിനീയറിംഗ് വിഭാഗം നടപ്പിലാക്കും. റവന്യൂ സെക്രട്ടറി സൈന്യത്തിന്റെ കേരള, കർണാടക ചുമതലയുള്ള മേജർ ജനറൽ VT മാത്യൂസുമായി സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. പോലീസിന്റെ ഡ്രോണുകൾ വിന്യസിച്ച് തിരച്ചിൽ നടത്താൻ നിർദ്ദേശം നൽകിയെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. രക്ഷാപ്രവർത്തനത്തിന് ഡോഗ് സ്ക്വാഡും രംഗത്തിറങ്ങും. ഉച്ചയ്ക്ക് ശേഷം ഡോഗ് സ്ക്വാഡ് സ്ഥലത്തെത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. സ്ഥിതിഗതികൾ വിലയിരുത്താൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരത്തെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഓഫീസിലെത്തിയിരുന്നു. ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ തിരുവനന്തപുരം പോലീസ് ആസ്ഥാനത്ത് പ്രത്യേക കൺട്രോൾ റൂം പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമിലേക്ക് പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ കൈമാറാവുന്നതാണ്. മുഖ്യമന്ത്രി ഇക്കാര്യങ്ങൾ അറിയിച്ചിരിക്കുകയാണ്. സംസ്ഥാന പോലീസ് മേധാവിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ് കൺട്രോൾ റൂം പ്രവർത്തിക്കുന്നത്. കൺട്രോൾ റൂമിലേക്ക് ബന്ധപ്പെടാനുള്ള നമ്പർ 9497900402 0471 272 1566.